ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ജാപ്പനീസ് മാർക്കറ്റുകളും അതുപോലെ തന്നെ കൊറിയൻ മാർക്കറ്റുകളൊക്കെ ഏഷ്യയിൽ ബെറ്ററാണ്. മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 138 പോയിന്റ് താഴെ, അതുപോലെ തന്നെ S&P 500 22 പോയിന്റ് താഴെ, നാസ്ഡാക്ക് 115 പോയിന്റ് താഴെ, റസൽ 2000 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളിൽ പൊതുവെ ഒരു സെൽ ഓഫ് ഉണ്ട്. അതേസമയം ക്രിപ്റ്റോ കറൻസി ധാരാളം വാങ്ങിക്കൂട്ടിയിട്ടുള്ള മൈക്രോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്നലെ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ഹോൾഡിങ്ങുള്ളൊരു സ്റ്റോക്കാണ് മൈക്രോ സ്ട്രാറ്റജി. വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ കാണുന്നത്. US-ലത്തെ Q3 GDP അനൗൺസ് ചെയ്തിരുന്നു. 2.8% ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷനാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ് ഡാറ്റ വന്നിരുന്നു. 3.5% ഗ്രോത്താണ്. ഈ വർഷത്തെ ഹയസ്റ്റ് ലെവലാണ്. തീർച്ചയായിട്ടും ഇത് US എക്കണോമിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്ടേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്തുള്ള തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അതിൻ്റെ ഒരു ചെറിയൊരു വൊളാറ്റിലിറ്റി ഒക്കെ അമേരിക്കൻ മാർക്കറ്റുകളിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടേക്കാം. ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അവധിയാണ്. JP മോർഗൻ S&P 500 ടാർജറ്റ് 2025 റിവൈസ് ചെയ്തിരിക്കുകയാണ്. 6500 എത്തുന്നതാണ് അവർ പറയുന്നത്. കറണ്ട് ലെവലിൽ നിന്ന് അറൗണ്ട് 8% ഹയർ ലെവലാണിത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുന്നേറാൻ പോകുന്നത് റസൽ 2000 സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ആണെന്നാണ് JP മോർഗൻ്റെ വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. സാധാരണയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ചെറിയ കമ്പനികൾക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് പൊതുവെ അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്നലത്തെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് മാർക്കറ്റിൽ. പ്രത്യേകിച്ച് പുതുതായിട്ട് F&O സെഗ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊക്കെ ഒരു ബൈയിങ് കാണാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഈ F&O അനൗൺസ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് താഴെ വന്നിരുന്നു പൊതുവെ. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളിലൊന്നും കാര്യമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ F&O എൻട്രി തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന്. കോപ്പർ, അതേസമയം സിങ്കൊക്കെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. സിങ്കാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമോഡിറ്റി. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് പോലുള്ള ഓഹരികളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ബാങ്ക് ഓഫ് കൊറിയ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്, 3% ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ GDP എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും താഴെയാണ് കൊറിയയിൽ വന്നിരിക്കുന്നത്. ഇത് പൊതുവേ കൊറിയൻ മാർക്കറ്റിൽ ഒരു ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. CG പവർ അവരുടെ സബ്സിഡിയറിക്ക് കവച് ഇംപ്ലിമെൻറ്റേഷനുള്ള 600 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കവച് സെഗ്മെൻറ്റിലേക്ക് CG പവറും റെയിൽടെല്ലാണ് പുതുതായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ. CG പവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ F&O എൻട്രി ഉള്ളൊരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ റിലേറ്റഡ് സെക്ടറിലേക്ക് എൻട്രിയാണ്, പോസിറ്റീവ് ന്യൂസാണ്. വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജി 1233.5 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ വാരി എനർജി അതിന് മുന്നത്തെ ദിവസം വലിയൊരു ഓർഡർ ബാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ബീറ്റ ഡ്രഗ്സ് NSE SME സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. ഓൺകോളജി ഡ്രഗ്സ് ആണ് ഇവരുടെ പോർട്ട്ഫോളിയോ മെയിനായിട്ടുള്ളത്. ഇവരൊരു ഫണ്ടിങ് നേടിയിരിക്കുകയാണ്. ഇപ്പോൾ 46 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടുള്ളൊരു കമ്പനിയാണ്. മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് വരുമ്പോൾ ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ LIC മണിപ്പാൽ സിഗ്ന എന്ന് പറയുന്ന ഹെൽത്ത് കെയർ ഇൻഷുറൻസ് കമ്പനി അക്വയർ ചെയ്യുന്നതാണ് പറയുന്നത്. LICയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെൻറ്റിലേക്ക് എൻട്രിയുടെ ഭാഗമായിട്ടാണ്. KSA ഇൻ്റർനാഷണൽ 1704 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേദാന്തയുടെ കോർപ്പറേറ്റ് ഫാമിലി റേറ്റിംഗ് B3യിൽ നിന്ന് B2 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് മൂഡീസ്. അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡെറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഇത് കാര്യമായിട്ടുള്ള വേദാന്തനെ സംബന്ധിച്ച്
പൊതുവേ പോസിറ്റീവാണ്. ഒപ്പം വേദാന്ത ഡിമർജർ ആക്ഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ധനകാര്യവർഷം അവസാനത്തോടുകൂടി ഒരുപക്ഷെ 6 കമ്പനികളായിട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. PCBLന് ആന്ധ്രയിൽ 116.62 ഏക്കർ ലാൻഡ് കിട്ടിയിട്ടുണ്ട്. PCBLനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ NBCC ഹഡ്കോയിൽ നിന്ന് 600 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവാണ്. അശോക ബിൽഡ്കോൺ 192.69 കോടി ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗവൺമെൻറ് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് 2025 25,000 കോടി രൂപ ഇക്വിറ്റി സെയിലായിട്ട് നടത്താനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇല്ലാത്ത ബാങ്കുകളിലൊക്കെ ഒരുപക്ഷെ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 75% മുകളിൽ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന PSU ബാങ്കുകളിലായിരിക്കാം ഒരുപക്ഷെ മുമ്പ് ആക്ഷൻ വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ബാങ്കുകളിലും ഒരുപക്ഷെ QIP പോലുള്ള അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ പോലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നേക്കാം. ഇമാമി റിയാലിറ്റി വലിയ പ്രൊജക്റ്റുകളാണ് അടുത്ത 7 വർഷത്തിനുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇമാമി റിയാലിറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. പൊതുവേ മാർക്കറ്റിൽ പവർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, പബ്ലിക് സെക്ടർ സ്റ്റോക്കുകൾ, ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകൾക്ക് ഈ സ്റ്റോക്കുകളൊക്കെ റിക്കവറി നടത്താനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 45 പുതിയ സ്റ്റോക്കുകൾ FNOയിലേക്ക് വരികയാണ്. ഈ സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. NSE SME IPO നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള അപ്പെക്സ് എക്കോടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന NSE SME IPO നല്ലൊരു IPO ആണ്. വാട്ടർ വേസ്റ്റ് മാറ്റർ മാനേജ്മെൻറ്റ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. 1600 മാർക്കറ്റിലോട്ട്, 73 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. നാളെയാണ് എൻഡ് ചെയ്യുന്നത്. നല്ലൊരു NSE SME IPO ആണ്. അപ്പോൾ NSE SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. കിട്ടുകയാണെങ്കിൽ മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ 24 അവർ സ്റ്റോക്ക് മാർക്കറ്റ് സിനാരിയോയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അമേരിക്കയിൽ SEZ 24X നാഷണൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്ക് 23 മണിക്കൂർ ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. ആഴ്ചയിൽ 5 ദിവസം, 1 മണിക്കൂർ മാത്രമാണ് ഗ്യാപ്പുള്ളത്. രാവിലെ 4 മണിക്ക് തുടങ്ങി വൈകുന്നേരം 7 മണി വരെ. അതിനുശേഷം 7 മണി മുതൽ 8 മണി വരെ ബ്രേക്കാണ്. വീണ്ടും 8 മണി മുതൽ 4 മണി വരെ ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. പലതരത്തിലുള്ള അലഗേഷൻസും അതുപോലെ തന്നെ ക്രിറ്റിസിസമൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പുതിയ എക്സ്ചേഞ്ചും കൂടി അമേരിക്കയിൽ വരികയാണ്. ഒപ്പം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും 22 മണിക്കൂറായിട്ട് ട്രേഡിംഗ് ഇൻക്രീസ് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടി SECനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഗ്ലോബലി കാണാൻ പോകുന്ന 24 മണിക്കൂറും ട്രേഡിംഗ് ആണ്. ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ തന്നെയുണ്ട് 21.5 മണിക്കൂർ നമുക്ക്, അല്ലെങ്കിൽ 22.5 മണിക്കൂർ നമ്മുടെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബലി 24 മണിക്കൂറും സ്റ്റോക്ക് വാങ്ങാനുള്ളൊരു ആക്ടിവിറ്റീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റീസ്. അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവാം. പൊതുവെ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഫ്രൻസി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രൻസിയൊക്കെ ഗ്ലോബലി വീണ്ടും വലിയ രീതിയിൽ വരാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു പക്ഷേ സെബി ധാരാളം ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തരത്തിലുള്ള പല അനൗൺസ്മെൻറ്റുകളും നടത്തുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൊതുവേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നമ്മളെ സംബന്ധിച്ച് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പൊളിറ്റിക്കൽ റിസ്ക്കും അടുത്ത 1-2 വർഷത്തേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ്. അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ, Q2 റിസൾട്ടുകൾ നല്ല റിസൾട്ട് കാഴ്ചവെച്ചുള്ള സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.